കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന രോഗലക്ഷണങ്ങളിൽ ഒന്നാണ് മൂക്കടപ്പ്, കൂടാതെ വായ തുറന്ന് ശ്വസിക്കുക, അല്ലെങ്കിൽ ഊക്കം വലിക്കുക. അപ്പൊ ഇതിന് പിന്നിലെ കാരണം ചിലപ്പോൾ അഡിനോയിഡ് വളർച്ചയായിരിക്കാം. അഡിനോയിഡ്സ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിന്റെ പിന്നിലും തൊണ്ടയുടെ മുകളിലും കാണുന്ന ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ഇത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയുടെ ഭാഗമാണ്. അപ്പൊ പല കുട്ടികളിലും അഡിനോയിഡ്സ് പ്രായം കൂടുന്തോറും അതിന്റെ വലിപ്പം സ്വാഭാവികമായും കുറയാറുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസ്, അലർജി സാധ്യതയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളിൽ ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വരാറുണ്ട്. അതിനെയാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായും ഇതിന്റെ രോഗലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൂക്കടപ്പാണ്, പിന്നെ ഉറക്കത്തിനിടയിൽ കൂർക്കം വലിക്കുക, വായ തുറന്നുറങ്ങുക, പിന്നെ ഉറക്കത്തിനിടയിൽ ഇടയ്ക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരാം, ഇടയ്ക്ക് ശ്വാസം നിന്ന് പോകുന്ന പോലെ തോന്നാം മൂക്കടഞ്ഞിട്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂക്കൊലിപ്പ്, ചുമ, കഫക്കെട്ട്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അപ്പൊ ഈ രോഗലക്ഷണങ്ങളിൽ കുറെ നാൾ നീണ്ടുനിന്ന് ഇപ്പൊ വാ തുറന്നു തുടങ്ങുന്ന മൂലം ചിലപ്പോ പല്ല് പൊന്താനും, പിന്നെ രണ്ടാമത് വരുന്ന പല്ലുകൾ നില തെറ്റി വരുവാനും, അതുപോലെ തന്നെ നമുക്ക് രാത്രി ഉറക്കം കിട്ടാതെ വരുമ്പോൾ കുട്ടികളിൽ പകൽ സ്കൂളിൽ അവർക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരാം, അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്തതിന്റെ ക്ഷീണം. ഇപ്പൊ പല കുട്ടികളും വൈകുന്നേരം വരുമ്പോൾ തളർച്ച തോന്നുക, തലവേദന പറയാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ രോഗം തന്നെ ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വാ തുറന്നുറങ്ങുന്ന മൂലം നമ്മുടെ മുഖത്തിന്റെ ഷേപ്പിന് തന്നെ വ്യത്യാസം വരാം. അതിനെയാണ് അഡിനോയിഡ് ഫേസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രോഗലക്ഷണങ്ങളൊക്കെ നേരത്തെ കണ്ടെത്തി അഡിനോയിഡ് ആണോ എന്ന് ആദ്യം പരിശോധന നടത്തുക. അപ്പൊ ഹോമിയോപ്പതിയിൽ അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കുട്ടിയെയും വിശദമായിട്ട് പഠിച്ചിട്ടാണ് ഒരു മരുന്ന് കണ്ടെത്തി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ രോഗലക്ഷണങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഇതില് ചില കുട്ടികൾക്ക് മൂക്കടപ്പായിരിക്കും കൂടുതൽ കാണുക, ചില കുട്ടികൾക്ക് വാ തുറന്നുറങ്ങാനായിരിക്കും സിംറ്റം. അതുപോലെ തന്നെ ഓരോ കുട്ടികളിലും ചിലപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ തന്നെ പല കാരണങ്ങൾ കൊണ്ട് അത് കൂടുതലായി കാണപ്പെടും. ഉദാഹരണത്തിന് ചിലപ്പോൾ കുട്ടികൾക്ക് തണുത്തത് കഴിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ തണുത്ത കാറ്റടിച്ചാല്, കാലാവസ്ഥ വ്യതിയാനങ്ങളില് തലയിൽ വേർപ്പ് തങ്ങി നിന്നാലൊക്കെ ചിലപ്പോൾ ഈ മൂക്കടപ്പ് ഇതൊക്കെ കൂടുതലായി, ഇപ്പോഴത്തെ കഫക്കെട്ട് വരുന്നത് കൂടുതലായിട്ട് കാണും. അപ്പൊ ഓരോ കുട്ടികളിലും എന്തൊക്കെയാണ് അവരുടെ ഈ ട്രിഗറിങ് ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി ഓരോ കുട്ടീനെയും വിശദമായി പഠിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കണ്ടെത്തി നൽകുന്നത്. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് കൊടുക്കുന്നത് മൂലം അപ്പൊ നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാല് ഈ രോഗം പൂർണ്ണമായി ഭേദമാക്കാനും നമുക്ക് സർജറി ഒഴിവാക്കാനും ഹോമിയോപ്പതിയിലൂടെ സാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് കൊടുക്കുന്നത് മൂലം ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസുഖങ്ങളും കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹോമിയോപ്പതിയിലൂടെ സാധിക്കും.